മനസ്സിൽ ഉണരും ആയിരം വസന്തം, മനസ്സിൽ ഉണരും യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. മുഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ, നിൻ ദുഃഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല, ആനന്ദം നേടാതടങ്ങുകില്ല. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. പാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം, നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും, പരസ്പര സ്നേഹം നുകരും. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആസിയിലെ 7 സഭകളിൽ ഒടുവിലത്തെ സഭയായ ലവോദിക്ക സഭയ്ക്കുള്ള ദൂതാണ് നാം ധ്യാനിക്കാൻ തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. ലവോദിക്ക സഭ മന്ദോഷ്ണ സഭയായിപ്പോയി. സ്നേഹം വറ്റി വന്നു, തീർത്തും പോയില്ല. സ്നേഹം കുറഞ്ഞു വന്നു. ദൈവസ്നേഹം, പ്രിയപ്പെട്ടവരെ, നമ്മെ എല്ലാവരെയും നിലനിർത്തുന്നത് ദൈവസ്നേഹമാണ്. നമ്മെ ആത്മീയരാക്കി നിർത്തുന്ന ദൈവസ്നേഹമാണ്. നമ്മെ സമാധാനത്തോടെ നിർത്തുന്ന ദൈവസ്നേഹമാണ്. നമുക്ക് ജീവിതത്തിൽ ദുരിതങ്ങളും യാതനകളും വേദനകളും പ്രാരബ്ധങ്ങളുമായി ക്ലേശിക്കുമ്പോൾ
ഈ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമുക്ക് തണലും താങ്ങുമായി നിൽക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. ഈ സ്നേഹം നാം കണ്ടെത്തുമ്പോഴാണ് നാം നമ്മെ തന്നെ മറന്നു പോകുന്നത്. എല്ലാം മറക്കുന്ന സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, ഈ അളവില്ലാത്ത സ്നേഹം, അതിരറ്റ സ്നേഹം, അഗാധമായ സ്നേഹം, ഈ ദൈവസ്നേഹത്തിൻ്റെ അകക്കാമ്പിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് ക്രിസ്തീയ ജീവിതം. വേറൊന്നുമില്ല. വേറൊരു പഠനം വേണ്ട, വേറൊരു പാണ്ഡിത്യവും വേണ്ട. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയുക മാത്രം മതി. യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയുക. നിങ്ങൾക്ക് ചിലർക്ക് അനുഭവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അത് കിട്ടിയ കാലത്ത് അന്ന് നിങ്ങളെ തന്നെ മറന്ന് ദൈവത്തെ സ്തുതിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത് കിട്ടിയ കാലത്ത്, ആ സ്നേഹം കിട്ടിയ കാലത്ത് ഒരു സൗജന്യമായി കിട്ടുന്ന ഒരു ദാനമാണ്. നാം നേടിയെടുക്കുന്നതല്ല, നാം പണിയെടുത്ത് കിട്ടുന്നതല്ല, അതിനുവേണ്ടി യാചിച്ച് കിട്ടുന്നതല്ല. നമ്മെ തേടി വന്ന് നമ്മെ നേടിയെടുക്കുന്ന സ്നേഹം, നമ്മെ നേടുന്ന സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമ്മെ പിടിച്ചെടുക്കുന്ന സ്നേഹം, നമ്മെ കീഴ്പ്പെടുത്തുന്ന സ്നേഹം. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയാകും അതിന്? നാം അന്വേഷിച്ച് കണ്ടെത്തിയ സ്നേഹമല്ലിത്. നമ്മെ തേടി വന്ന് പിടിച്ചെടുക്കുന്ന സ്നേഹം, നമ്മെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം, നമ്മൾ ക്ഷേമം മാത്രം അന്വേഷിക്കുന്ന സ്നേഹം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം കൊതിക്കുന്ന സ്നേഹം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന സ്നേഹം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ രക്ഷിക്കുന്ന നിശ്ചയം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിൽ കർത്താവിനെ വിചാരിക്കുന്നു. ദാവീദ് പറഞ്ഞു 40 സങ്കീർത്തനം. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിൽ കർത്താവിനെ വിചാരിക്കുന്നു. ഞാൻ എളിയവനാണ്, ഞാൻ ദരിദ്രനാണ്, പക്ഷേ എന്നെ ഓർക്കുന്ന, എന്നെ വിചാരിക്കുന്നൊരു കർത്താവുണ്ട്, എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന യേശുവുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? നിങ്ങളെ വ്യക്തിപരമായി യേശു ഓർക്കുന്നുണ്ടെന്ന്, വ്യക്തിപരമായി യേശു അറിയുന്നുണ്ട് എന്ന്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. വ്യക്തിപരമായി യേശു എന്നെ അറിയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ അണ്ഡഘടാകത്തിൻ്റെ ഉടയവനായ ദൈവം, അഖിലാണ്ടത്തിൻ്റെ, ഈ സർവ്വപ്രപഞ്ചത്തിൻ്റെ ഈ അധിപതിയായ ദൈവം, നിത്യനായ ദൈവം, കാലപരിമിതിയിൽ ഒതുങ്ങാത്തവനായ ദൈവം, ഒരു ദേശത്ത് ഒതുങ്ങാത്തവനായ ദൈവം, നിത്യപരിശുദ്ധനായ ദൈവം, കാലത്തിൻ്റെ അതിർവരമ്പുകളിൽ ഒതുങ്ങാത്തവനായ ദൈവം, ആ ജീവനുള്ള ദൈവം എന്നെ വ്യക്തിപരമായി അറിയുന്നു. സ്തോത്രം. ഈ നിസ്സാരനായി എന്നെ വ്യക്തിപരമായി അറിയുന്നു. അവൻ എൻ്റെ ബലഹീനതകൾ അറിയുന്നു, എൻ്റെ പോരായ്മകൾ അറിയുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അവൻ അറിയുന്നു, എൻ്റെ പ്രശ്നം അവൻ അറിയുന്നു, എൻ്റെ വേദന അവൻ അറിയുന്നു, എൻ്റെ രോഗം അവൻ അറിയുന്നു. സ്തോത്രം. ഡോക്ടേഴ്സ് നോക്കും, ഡോക്ടേഴ്സിന് പക്ഷേ രോഗം നിർണ്ണയിക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ എൻ്റെ രോഗം എന്താണെന്ന് എൻ്റെ ദൈവത്തിനറിയാം, ക്രിസ്തുവിനറിയാം. ഇങ്ങനെ നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നുണ്ടോ? അതൊരു ഭാഗ്യമാണ്. വിശ്വാസം. എന്നെ അറിയുന്ന ദൈവം, എന്നെ വ്യക്തിപരമായി അറിയുന്ന ദൈവം, എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവം, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരുന്നതാണ് വാസ്തവ ക്രിസ്തീയ ജീവിതം. ലവോദിക്ക സഭയ്ക്ക് അത് കുറഞ്ഞു പോയി. ഉയരത്തുണ്ടായിരുന്നു, അത് കുറഞ്ഞു പോയി. സ്നേഹം കുറഞ്ഞു പോയി. തണുപ്പ് വർദ്ധിച്ചു വന്നു. തണുപ്പ് കൂടി. ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും ലോകത്തിൻ്റെ വശീകരണ ശക്തികളും നമ്മെ ആകർഷിക്കുമ്പോൾ ഈ സ്നേഹം കുറഞ്ഞു പോകും. ഉപജീവന ചിന്തകൾ വരുമ്പോൾ ഈ സ്നേഹം കുറഞ്ഞു പോകും. ഏതെങ്കിലും ദുശ്ശീലങ്ങൾ വരുമ്പോൾ ഈ സ്നേഹം കുറഞ്ഞു പോകും. അധിക ഭോജനപ്രിയം വരുമ്പോൾ ഈ സ്നേഹം കുറഞ്ഞു പോകും. ലൂക്കോസിന് ശേഷം അവസാനം നമുക്ക് വായിക്കാം, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾ കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും, ഒരുപക്ഷെ എല്ലാവരും മദ്യപാനികളല്ല, പക്ഷേ ഉപജീവന ചിന്തകളുണ്ട്. ജീവിക്കുമ്പോൾ ഉപജീവന ചിന്തകൾ, എങ്ങനെ ജീവിക്കും, എങ്ങനെയാണ് കാര്യങ്ങൾ, അയ്യോ എന്ത് ചെയ്യും, പൈസയില്ല, ഓരോരോ പ്രശ്നങ്ങൾ, ഇത് ആവശ്യത്തിന് മതിയാകുന്നില്ല, എന്ത് ചെയ്യും, ഉപജീവന ചിന്തകൾ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്, ഹൃദയം ഭാരപ്പെട്ടിരിക്കുകയാണ്, ഓരോ തരത്തിലുള്ള ഭാരങ്ങൾ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിച്ച് നോക്കില്ലേ, ഈ ഭാരങ്ങളില്ലേ? എന്തെല്ലാം ഭാരങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. ഉരുകിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ഹൃദയം, തകർന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ ഹൃദയം, മനസ്സെപ്പോഴും അങ്ങ് വേവലാതി കൊണ്ടിരിക്കുകയല്ലേ. എത്രത്തോളം എന്തു വലിയ ദുരിതങ്ങളാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികളിൽ നാം തളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ജീവിതത്തിലെ നമ്മുടെ പ്രതീക്ഷകൾ അറ്റുപോകുന്നതിലുള്ളതായ സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ തളർന്നു പോവുകയല്ലേ. മനസ്സ് ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുകയല്ലേ. എത്രയും കഠോരമായ യാതനയിലും വേദനയിലും മനുഷ്യരെല്ലാവരും. എന്നാൽ ഈ വേദനയുടെയും ഈ യാതനയുടെയും മധ്യത്തിൽ
നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യശാലികളായി തീർന്നു. സ്തോത്രം. നിങ്ങളുടെ ജീവിതം എത്രയും ഭാസുരമായി തീരും, മനോഹരമായി തീരും ക്രിസ്തുവിന് സ്നേഹം ലഭിച്ചു കഴിയുമ്പോൾ. ആ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ സന്തുഷ്ടരായി തീരും. ഇവിടെയുള്ള കഷ്ടതകൾ സാരമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. കഷ്ടതകളുണ്ട്, ശരിയാണ്, ഞെരുക്കങ്ങളുണ്ട്, വാസ്തവമാണ്. ഞാൻ വിചാരിച്ചാൽ മാറ്റാൻ വയ്യാത്ത വലിയ പ്രതിസന്ധികളുമുണ്ട്, ശരിയാണ്. നാം ഓരോരുത്തർ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുകയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് താങ്ങും തണലുമായി ക്രിസ്തു ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരിക. വിശ്വാസം, എൻ്റെ ഏത് കൊടിയ പ്രശ്നമാണെങ്കിലും അതിന് പരിഹാരം തരാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്നുള്ളൊരു വിശ്വാസം. എത്ര ഭയാനകമായ രൂക്ഷമായ പ്രശ്നമാണെങ്കിലും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ എൻ്റെ യേശു ശക്തനാണെന്നുള്ള വിശ്വാസം. കാരണം യേശു എന്നെ സ്നേഹിക്കുന്നു, എന്നെ വ്യക്തിപരമായി അറിയുന്നു. ഈ ഒരു വ്യക്തമായ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നെ വ്യക്തിപരമായി അറിയുന്ന ക്രിസ്തു, എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ക്രിസ്തു, എൻ്റെ കാര്യം അന്വേഷിക്കുന്ന ക്രിസ്തു, എൻ്റെ ക്ഷേമം അന്വേഷിക്കുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ സ്നേഹത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് വന്ന ദൈവമക്കൾക്കറിയാം സ്നേഹം പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം. വെള്ളത്തിൽ കൂടി നടക്കുന്ന മീനിനെ, ആ മീനിനെ ചൂണ്ടയിൽ പൊക്കിയെടുക്കുമ്പോഴേക്കും വെള്ളത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞ് പിടയ്ക്കും, കരയിലേക്ക് ഇട്ടാൽ കിടന്ന് പിടയ്ക്കും. കാരണം അതിന് ശ്വാസം കിട്ടുന്നില്ല. എന്നതുപോലെ ഈ സ്നേഹം കിട്ടിയവർക്ക് സ്നേഹം നഷ്ടപ്പെട്ടാൽ പിടയ്ക്കലാണ്, പരിഭ്രമമാണ്. സ്നേഹം പോയല്ലോ, വിട്ടുപോയല്ലോ, വെപ്രാളമാണ്. സ്തോത്രം. ബിൽക്കിസ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു മഹതി എഴുതിയ മനോഹരമായൊരു പുസ്തകമാണ് ദൈവം എൻ്റെ പിതാവായപ്പോൾ എന്നുള്ള പുസ്തകം. ദൈവം എൻ്റെ പിതാവായപ്പോൾ. ആ പുസ്തകത്തിൽ ഈ ബിൽക്കിസ് ഷെയ്ഖ് അവരെ പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ മാറിപ്പോകുമ്പോഴേക്കും ഞാൻ വശം കെട്ടു പോകുന്നതാണ്. എനിക്ക് വയ്യ, എനിക്ക് അസഹ്യമായ അനുഭവമാണ്. എവിടെ പോയി, എന്തുകൊണ്ട് പറ്റി എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു? ഇരുന്ന് ചിന്തിച്ച് വരുമ്പോൾ പെട്ടെന്ന് കർത്താവ് ഓർമ്മ തരും, ഇന്ന കാര്യത്തിൽ നിനക്ക് തെറ്റുപറ്റി. ആ കാര്യം മനസ്സിലായി, ഏറ്റു പറഞ്ഞു, വീണ്ടും ആ സ്നേഹം തിരികെ കിട്ടുന്നു. ഇങ്ങനെ ക്രിസ്തീയ ജീവിതം ഈ ദൈവസ്നേഹം നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. അതാണ് നമുക്ക് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. മന്തോഷ്ണ സഭ, ലവോദിക്ക സഭ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനായിപ്പോയി. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ തുപ്പിക്കളയും, എൻ്റെ വായിൽ നീ ഞാൻ നിന്നെ ഉമിണ്ണുകളയും. വലിയ ഗൗരവം കൊണ്ട് ശാസനയാണ്. നീ ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാര്യം നിസ്സാരമല്ല. വായിച്ചേ. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. എൻ്റെ വായിൽ ഞാൻ ഉമിണ്ണുകളയും. നിന്നെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഏറെക്കാലം വെച്ചുകൊണ്ടിരിക്കാനൊക്കെ ഇല്ല. ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. വലിയൊരു ഗൗരവമേറിയ ശാസനയാണ്. നീ ഇങ്ങനെ ശീതോഷ്ണവാനായി പോയാൽ സുഖമാണ് നീ ആയിരിക്കണ്ട, എൻ്റെ ബന്ധം നിനക്ക് കിട്ടുകയില്ല. എൻ്റെ വായിൽ നീ എന്നെ ഉമിണ്ണുകളയും, നീ ഞാൻ തുപ്പിക്കളയും, നീ ഞാൻ ഛർദ്ദിച്ചു കളയും. ഞാൻ നിന്നെ ഉൾക്കൊണ്ടൊരു സമയമുണ്ട്. എന്നാൽ ഈ സമയം നീ നഷ്ടപ്പെടുത്തിയതുകൊണ്ട് നിന്നെ എൻ്റെ വായിൽ ഞാൻ ഉമിണ്ണുകളയും, ശീതോഷ്ണവനാകയാൽ. അതൊരു കനത്ത താക്കീതാണ്, ഗൗരവമേറിയ കാര്യമാണ്, നിസ്സാരമല്ല. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു സെക്കൻഡ് പോലും മന്ദോഷ്ണവനായി നിൽക്കാൻ പാടില്ല, ശീതവാനുമാകാൻ പാടില്ല. നാം എന്നും ഉഷ്ണവനായി തന്നെ നിൽക്കണം, ചൂടുള്ളവരായി നിൽക്കണം, ആത്മാവിൻ്റെ ചൂടുള്ളവരായി നിൽക്കണം. കർത്താവിന് സ്തോത്രം. എങ്ങനെ സാധിക്കും അത്? ഈ ചൂടുള്ളവരായി നിൽക്കാൻ എങ്ങനെ സാധിക്കും? ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി, നിങ്ങൾക്ക് നന്ദി വന്നാൽ മതി. ദൈവത്തോട് നന്ദി വന്നാൽ മതി. എന്തിലാണ് നന്ദി വരേണ്ടത്? എണ്ണി നോക്ക്. ദൈവത്തിന് സ്തോത്രം. ഓരോന്ന് എണ്ണി നോക്ക്. നന്ദി വരാനുള്ള വിഷയങ്ങളില്ലേ? എത്രയോ പേര് അകാലചരമടഞ്ഞു, നിങ്ങൾക്ക് ഇന്നും വചനം കേൾക്കാൻ ആയുസ് തന്നല്ലോ, നന്ദി. എത്രയോ പേര് പൈസയില്ലാതെ വലയുന്നു, നിങ്ങൾക്കിന്ന് ആഹാരത്തിന് മാർഗമുണ്ടല്ലോ, നന്ദി. എത്രയോ പേര് കിടപ്പാടമില്ലാതിരിക്കുന്നു, നിങ്ങൾക്കൊരു കിടപ്പാടമുണ്ടല്ലോ, നന്ദി. ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് ദൈവവഴി അറിയാതെ വചനം കേൾക്കാൻ ഉള്ള സാഹചര്യമില്ലാതിരിക്കുന്നു, നിങ്ങൾക്ക് വചനം കേൾക്കാനുള്ള സാഹചര്യമുണ്ടല്ലോ, നന്ദി. ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് കർത്താവേ കുടുംബത്തിൽ അലോഹ്യമായി മനസ്സ് വിഷമിച്ച് നരകം ഭൂമിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്കതില്ലല്ലോ, നന്ദി. എത്രയോ പേര് മാതാപിതാക്കളോട് ധിക്കാരമായി പെരുമാറിയതുകൊണ്ട് മാതാപിതാക്കൾ നരകദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്ക് മക്കളിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, നന്ദി. ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് സ്വന്തമായി ഒരു വീടില്ലാത്തതുകൊണ്ട് വാടക വീട്ടിൽ കിടക്കുന്നു, എനിക്കോ സ്വന്തമായൊരു കൊച്ചു പാർപ്പിടമുണ്ടല്ലോ, നന്ദി.
ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് പഠിക്കാൻ ശ്രമിച്ചിട്ടും പഠിക്കാൻ പറ്റുന്നില്ല, പരീക്ഷയിൽ പാസ്സാകുന്നില്ല, എത്ര വായിച്ചാലും തലയിൽ ഇരിക്കുന്നില്ല. എനിക്കോ പഠിക്കാൻ കൃപ തന്നല്ലോ, നന്ദി. ഓർത്ത് നോക്കൂ, എണ്ണി നോക്കൂ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കൂ. പേജുകൾ എഴുതാനുണ്ട്. നിങ്ങൾ കിട്ടിയ നന്മകൾ. ഈ നന്മകൾ ഓരോന്നോരോന്നെടുത്തെടുത്ത് ദൈവത്തെ സ്തുതിക്കണം. ഓരോ നന്മകൾ, കിട്ടിയിട്ടുള്ള നന്മകൾ, ആ നന്മകൾ ഓർത്ത് സ്തുതിക്കുമ്പോൾ നിങ്ങൾ ചൂടുണ്ടാകും. ചൂട് ഉയർന്നതോറും നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കിട്ടും. ആ സമാധാനത്തിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ പിന്നെയും ഇനി സാധിക്കും. കൂടുതൽ സ്തുതിയിലേക്ക് നീങ്ങും. നിരന്തരമുള്ള സ്തുതി, നിരന്തരമുള്ളതായി സന്തോഷം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവനാകിയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നുമിണ്ണ് കളയും. സ്തോത്രം. കർത്താവിന് വഹിക്കാൻ വയ്യാതായി തീരും. നിങ്ങൾ കേൾക്കൂ, കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു. മാനസാന്തരപ്പെട്ടപ്പോൾ, ജീവിതത്തിൽ തീരുമാനമെടുത്തപ്പോൾ കർത്താവ് ഹൃദയത്തിലേക്ക് വന്നു. എന്നാൽ പിന്നെയും നാം പാപത്തിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റുന്നു? കർത്താവ് അവിടെ ശ്വാസം മുട്ടിയിരിക്കുകയാണ്. കർത്താവിനോട് ഇരിക്കാൻ വയ്യ. ഭയങ്കരമായ പുകയുള്ള ഒരു മുറിയിലേക്ക് കടന്നു ചെന്നാൽ നമുക്കവിടെ നിൽക്കാൻ പറ്റുകയില്ലെന്ന് പറയുന്നത് പോലെ കർത്താവ് വിഷമിച്ച് കുറേ നാൾ അവിടെ ഇരിക്കും. ഒരു നിശ്ചിത സമയം. നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെന്ന് കണ്ടാൽ കർത്താവ് ഇറങ്ങിപ്പോകും. ഒരു സമയം നിങ്ങൾക്ക് തരും. ഹൃദയത്തിൽ കർത്താവിന് കിട്ടിയവർക്ക് ഒരു സമയം, ലിമിറ്റഡ് ടൈം, ഏതാണ്ട് ഒരു ചെറിയ സമയം കർത്താവ് തരും. ആ സമയത്തിനകത്ത് വേഗം തിരിഞ്ഞുകൊള്ളണം. ഇല്ലെങ്കിൽ പിന്നെ അത് കിട്ടാൻ പ്രയാസമാണ്. അത് ഈ വായിച്ചു വരുമ്പോൾ പിന്നെ കാണും, ഇനി വില കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇതുവരെ സൗജന്യമായി കിട്ടി, സൗജന്യമായി ദൈവസ്നേഹം കിട്ടി, അല്ലേ? നിങ്ങൾക്കൊരു സൗജന്യമായി ദൈവസ്നേഹം കിട്ടിയവരാണ്. സ്തോത്രം. ഈ കൃപയിൽ നിന്ന് വീണുപോയാൽ പിന്നെ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. നമുക്ക് തോന്നുന്നു കർത്താവ് എപ്പോഴും സ്വീകരിക്കുമെന്നൊക്കെ വിചാരിക്കണ്ട. വളരെ ഗൗരവമാണ്. ദൈവസ്നേഹത്തിൽ നിന്ന് നാം ഇറങ്ങിപ്പോയാൽ, മനഃപൂർവ്വം പാപം ചെയ്താൽ, പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ പ്രതീക്ഷയും എതിരുകളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ. ഇബ്രാഹിം 10-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാണ് പറയുന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇബ്രാഹിം 6-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. 2 വാക്കുകളുണ്ട്. ഒന്ന് അസാധ്യം, മറ്റൊന്ന് ദുസ്സാധം. അസാധ്യമാണെന്ന്, അസാധ്യം സാധിക്കുകയില്ല. ദുസ്സാധം എന്ന് പറഞ്ഞാൽ സാധിക്കാൻ പ്രയാസമാണ്. ശ്രദ്ധിച്ചോളണേ. ദുസ്സാധം എന്ന് പറഞ്ഞാൽ സാധിക്കാൻ പ്രയാസമാണ്. അസാധ്യം എന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ, സാധ്യമല്ല, സാധിക്കില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും. പ്രകാശം ലഭിച്ചു, സ്വർഗീയദാനം ആസ്വദിച്ചു. ഈ അനുഭവം കിട്ടി, വലിയൊരു സന്തോഷം കിട്ടി. ഈ പ്രകാശം ലഭിച്ചു, സ്വർഗീയദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിന്റെ നല്ല വചനം അനുഭവിച്ചു, വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ, ലോകത്തിന്റെ ശക്തിയും നിത്യജീവൻ ലഭിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ ശക്തി ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കാൻ സാധിച്ചു. ഇങ്ങനെയുള്ളവര് പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും. അവർക്ക് പറ്റിയ അബദ്ധം എന്താണ്? അവർ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീരുകയാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു, എന്നാൽ ഇനി ഈ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം പിന്മാറിപ്പോയാൽ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീരുകയാണ്. തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട്. അവന് യേശുക്രിസ്തുവിന് ലോകാപവാദം വരുത്തുന്നു. യേശുവിൻ്റെ നാമം ദുഷിക്കാൻ കാരണമായി തീരുന്നു. യേശുവിൻ്റെ നാമം മറ്റുള്ള ദുഷിക്കാൻ കാരണമായി തീരുന്നു, നമ്മുടെ സാക്ഷ്യമില്ലാത്ത ജീവിതം കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പ്രയാസം തോന്നരുത്. ഇന്ന് നമ്മുടെ കൂട്ടായ്മ കയറ്റിക്കുന്ന ഒരു വലിയ അബദ്ധം എന്താണെന്നറിയാമോ? വലിയ അപകടം എന്താണെന്നറിയാമോ? വചനം കേട്ടു, പക്ഷേ ഇന്ന് മരവിച്ച മനസാക്ഷിയായിട്ടിരിക്കുകയാണ്, മരവിച്ചിരിക്കുന്നു. ഒരിക്കൽ വചനം കേട്ടു, വചനം സ്വീകരിച്ചു, ആത്മാവിൻ്റെ ലഹരി അനുഭവിച്ചു, എന്നാൽ പിന്മാറിപ്പോയി, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി, വഴുതി ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളി. ലോകത്തിൻ്റെ ഭാര്യയെപ്പോലെ പിറകോട്ട് നോക്കിപ്പോയി. ശരീരം മുമ്പോട്ട് ഓടുന്നുണ്ട്, കൂട്ടായ്മയിൽ വരുന്നുണ്ട്, യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മുൻപോട്ട് പോകുന്നു. എങ്കിലും
മനസ്സ് പിറകോട്ട്. ഈ പാവം സ്ത്രീ, അവൾ ലോത്തിൻ്റെ ഭാര്യ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിപ്പോയി. വലിയ അർത്ഥവത്തായ കാര്യമാണത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത് പ്രിയപ്പെട്ടവരെ. വിട്ടതും വെറുത്തതും ഇനി തിരിച്ചെടുക്കരുത്. വിട്ടതും വെറുത്തതും തിരിച്ചെടുക്കരുത് ഒരു കാരണവശാലും. മദ്യം വിട്ടോ, ഇനി തുടരുത്. ചിന്തിക്കുപോലും ചെയ്യരുത്. ചീത്ത കൂട്ടുകെട്ട് വിട്ടോ, ചിന്തിക്കരുത്. ഇനി ചീത്ത കൂട്ടുകെട്ടിനെക്കുറിച്ച് ചിന്തിക്കരുത്. ചീത്ത ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അത് വിട്ടു, ഇനി ചിന്തിക്കരുത്. അത് ചിന്താവിഷയമാകരുത്. യേശു ക്രിസ്തു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് നമ്മളത് അറിയണം. ഈ തിരക്തം കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിയത്. ആ തിരക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കാൻ ഇടയാകരുത്. നാം കാരണം ക്രൂശിക്കപ്പെടരുത്. യേശുവിനെ ക്രൂശിക്കരുത്. സ്തോത്രം. വളരെ ഗൗരവമേറിയ വാക്യമാണത്. ദൈവമക്കളെ, നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് മാത്രമല്ല, ദൂരെ ഇരുന്ന് കേൾക്കുന്നവരും ഒന്ന് ചിന്തിക്കണമേ. ഞാൻ ഭയത്തോടെയാണ് പറയുന്നത്. കർത്താവിന് സ്തോത്രം. ഡോക്ടർ ബിലിഗ്രഹാം അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ വിശുദ്ധനായ ഒരു ദൈവപുരുഷനായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ 2 യുവാക്കന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ യൗവന പ്രായത്തിൽ വളരെ ശക്തമായി വചനം പറയുന്നവരായിരുന്നു. വളരെ ശക്തമായി വചനം പറയുന്നവർ. അവർ തീപ്പൊരി പോലെ ചെതറിക്കൊണ്ട് വചനം പറയുന്നവരായിരുന്നു. എന്നാൽ അവരിൽ ഒരാൾ ക്രിസ്തു സഭയ്ക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിശ്വാസിയായി മാറി. ദൈവം ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതായി എന്ന് നഷ്ടപ്പെട്ടു പോയി. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം മരിച്ചു പോകേണ്ടതായി പോയി, നിത്യനാശത്തിലേക്ക് പോയി. വേറൊരാൾ ബിലിഗ്രാൻ്റെ കൂടെ വളരെ ഉത്സാഹത്തോടെ ആ കാലയളവിൽ എഴുന്നേറ്റൊരു ചെറുപ്പക്കാരൻ വളരെ ഉത്സാഹത്തോടെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വന്നയാളായിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും വേലയിൽ തണുത്ത് വന്നു, ഉത്സാഹം കുറഞ്ഞു വന്നു. അവസാനം അദ്ദേഹവും ഒരു ദൈവവിശ്വാസത്തിൽ നകന്നുപോയി. സ്തോത്രം. ഞാൻ പറയുന്നത്, ഞാനും ഭയപ്പെടുകയാണ്. ഭാഗ്യവശാൽ 17-ാമത്തെ വയസ്സിൽ ഈ ജീവിതം കർത്താവിന് കൊടുക്കാൻ പറ്റി. ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാറുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട്, എത്രയോ അവസരങ്ങൾ കർത്താവ് ശ്വാസം മുട്ടി എൻ്റെ ഹൃദയത്തിൽ ഇരുന്നിട്ടുണ്ട്. എൻ്റെ സ്വയം, എൻ്റെ അഹങ്കാരം, എൻ്റെ ദ്രവ്യാഗ്രഹം, എൻ്റെ സ്വാർത്ഥത, ഇതെല്ലാം കൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ എത്രയെത്ര വേദനിച്ച് വിഷമിച്ചിരുന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഭാഗ്യവശാൽ കർത്താവ് എന്നെ വിട്ടുപോയില്ല. എന്നോട് കരുണ തോന്നി. കരുണ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഭയപ്പെടുന്നതെന്നറിയാമോ? കർത്താവെ, ഇത്രയും കാലം നീ കൃപയാൽ എന്നെ കരം പിടിച്ചിവിടെ അങ്ങനെയും കൊണ്ടുവന്നു. നിൻ്റെ കയ്യിൽ വഹിച്ചെന്നെ കൊണ്ടുവന്നു. കർത്താവെ, നീ മുന്നോട്ട് പോകുമ്പോൾ എത്ര ദിവസമുണ്ട്, എത്ര കാലമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. പക്ഷേ ഒരു കാരണവശാലും യേശുവിനുള്ളതായ സ്നേഹത്തിൻ്റെ ചൂട് നീ കുറഞ്ഞു പോകരുത്. കർത്താവിന് സ്തോത്രം. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം പോയാലും, എൻ്റെ യേശുവിനുള്ളതായ സ്നേഹത്തിൻ്റെ ചൂടിൽ നിന്ന് ഒരണു പോലും കുറഞ്ഞു പോകരുത്. കർത്താവേ, നീ എന്നെ കാത്തുകൊള്ളണമേ. വീരന്മാർ പട്ടുപോയ വഴിയാണ്, ബലശാലികൾ വീണുപോയ വഴിയാണ്, അനേകർ തളർന്നു കിടക്കുന്ന വഴിയാണ്, അനേകർ നേർപ്പാതയിൽ കൂടി പോയവരെ വഴിതെറ്റി പോകുന്ന വഴിയാണ്, തെറ്റായ വഴിയിലൂടെ പോകുന്ന വഴിയാണ്. ഓർക്കുക കർത്താവേ, എന്നെ അന്ത്യത്തോളം പിടിച്ച് നിർത്തിക്കൊള്ളണമേ. അവസാനം വരെയും പിടിച്ച് നിർത്തിക്കൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സുവിശേഷ രംഗത്ത് നിൽക്കുന്ന ഈ അനുഭവത്തിൽ ഞാൻ അനേകരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. നല്ലപോലെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനേകരുണ്ട്. നല്ല ശക്തരായ സുവിശേഷകരുണ്ട്. കത്തോലിക്ക സഭയിൽ വിശുദ്ധന്മാരുണ്ട്. എനിക്കറിയാം, ചിലരുടെ ലേഖനങ്ങളും പുസ്തകങ്ങളും മറ്റും വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. എന്ത് മനോഹരമായ പുസ്തകങ്ങൾ, ഇത് അനുഗ്രഹീതമായ ജീവിതമുള്ളവർ. പ്രിയപ്പെട്ടവരെ, ഇതിന് പറയുന്നറിയാമോ? ഈ നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയുണ്ട്. പറ്റുമോ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കാൻ? അവസാനം വരെ ഈ കുടത്തിലെ വെള്ളം അങ്ങ് കൊണ്ടുവന്ന് അവിടെ വീട്ടിൻ്റെ ആ പടിവാതിക്കെത്തിയിട്ട് ഉടച്ചു കളയാനല്ല, അപ്പുറത്ത് കൊണ്ടുപോയി വയ്ക്കാൻ അതിനുള്ള പരിപാടിയുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് യാത്ര ചെയ്ത് പടിവാതിൽ വെച്ച് ഉടച്ചു കളയുന്ന അനേകരുണ്ട്. കഷ്ടപ്പെട്ട് കുന്നുകയറി വെള്ളം കൊണ്ടുപോയി അങ്ങ് എത്താറായി അവിടെ പടിവാതിക്കെത്തി, അയ്യോ കുടം ഉടച്ചു കളയരുത്, അത് ഇത്തിരി ക്ലേശിച്ചാണെങ്കിലും ഈ കുടത്തിൽ വെള്ളം വഹിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിച്ച് ഇഴഞ്ഞിഴഞ്ഞതുപോലെ നിങ്ങൾ നീങ്ങി അവസാനം വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുക. കർത്താവ് തന്ന സ്നേഹത്തിൻ്റെ നിറകുടം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവം തന്ന സ്നേഹത്തിൻ്റെ നിറകുടം അത് പൊട്ടിച്ച് കളയരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്ന സ്നേഹത്തിൻ്റെ നിറകുടം വഴിയിൽ വെച്ചിട്ടിട്ട് കളയരുത്. അത് ഒരു തുള്ളി പോലും നഷ്ടപ്പെട്ട് കളയരുത്. അത് മുഴുവനും ചുമന്നുകൊണ്ട് നിങ്ങൾ അത് മുഴുവൻ പിടിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യൂ പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളുടെ കൂടെ കൂടുകയാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഈ സ്നേഹത്തിൻ്റെ കുടം ചുമന്നുകൊണ്ട്, അത് നിറയെ ജീവജലമാണെന്ന് മറക്കരുത്. ജീവജലമാണ്, ജീവൻ്റെ ജലമാണത്. അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന ജലമാണത്. അനേകം തലമുറകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ജലമാണത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹത്തിൻ്റെ നിറകുടം നിങ്ങൾ ചുമന്നുകൊണ്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ വിഷമിച്ചാണ് കയറ്റം കയറുന്നതെങ്കിലും നിങ്ങൾ വിഷമിച്ച് കൊണ്ടുവന്ന് സ്വർഗീയ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ ഏൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. പരിപാടിയുണ്ടോ നിങ്ങൾക്ക്? ഈ ആദ്യ സ്നേഹത്തിൻ്റെ മധുരമയിലേക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? യേശുവിൻ്റെ കൃപയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? പൊട്ടിച്ച് കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ നിങ്ങൾ ചുമന്നുകൊണ്ട് പോകുക. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പേടിക്കേണ്ട. നിങ്ങളെ താങ്ങും. നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങൾക്ക് കൈത്താങ്ങൽ തരും. ദൈവത്തിന് സ്തോത്രം. കൈ തളരുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ താങ്ങ് തരും. തളർച്ച മാറാൻ അവൻ കൃപ തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മുഖം ക്ഷീണിക്കുമ്പോൾ അവൻ ജീവജലെടുത്ത് നിങ്ങളുടെ മുഖത്ത് തളിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തളരുമ്പോൾ, നിങ്ങൾ വാടുമ്പോൾ നിങ്ങളുടെ അരിയിലേക്ക് അടുത്ത് വന്ന് നിങ്ങളുടെ തോളിൽ തട്ടി, മോനെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വാസം തരും. ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹനിധിയായ യേശുവിനെ നിങ്ങൾ വിട്ട് കളയരുത്. യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ ഓടി വരിക. യേശുവിൻ്റെ കൃപയിലേക്ക് നിങ്ങൾ ഓടി വരിക. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരിക. യേശുവേ, നീ എന്നെ വിട്ടു പോകല്ലേ. കൃപ എന്നെ വിട്ട് മാറല്ലേ. സ്നേഹം എനിക്ക് കുറഞ്ഞു പോകല്ലേ. യേശുവേ, എന്നിൽ നിന്ന് മാറിപ്പോകരുതേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മെ തന്നെ ഏൽപ്പിക്കാം. അവസാനം വരെ കൊണ്ടുപോകാനാണ് ശക്തനാണ്. തുടങ്ങി തന്നവൻ പൂർത്തീകരിക്കും. ഹല്ലേലൂയ. വിശ്വാസന നായകനും പൂർത്തി വരുത്തുന്നതിനാണ് അവൻ. പൂർത്തി വരുത്തും. വിശ്വാസ നായകനാണ്. തുടങ്ങിത്തന്നു. വഴിയിട്ടിട്ട് പോവുകയില്ല. വിശ്വസിക്കൂ. നിങ്ങളെ തനിയെ വിട്ടിട്ട് പോവുകയില്ല. നിങ്ങൾ അന്ത്യം വരെയും നടത്തും. വിശ്വാസ നായകനാണ് അവൻ പൂർത്തി വരുത്തുന്നതിനാണ്. പൂർത്തി വരുത്തുന്ന യേശുവിനെ ഇപ്പോൾ നിങ്ങൾ കൈനീട്ടി എത്തിപ്പിടിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവേ, ഞാനിതാ വരുന്നു. എന്നെ ഒന്ന് പിടിച്ചുകൊള്ളണമേ. ഞാൻ ബലഹീനനാണ് കർത്താവേ. ഞാൻ നിസ്സാരനാണ് കർത്താവേ. എനിക്ക് പാവമേ അറിയാവൂ, പാവം ചെയ്യാനേ അറിയാവൂ കർത്താവേ. എന്നാൽ നീ എന്നെ പാവത്തിൽ നിന്ന് കോരി എടുത്തത് കൊണ്ട് പാവം ഇനി എന്നെ തൊടുകയില്ലെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നു കർത്താവേ. നാഥ, എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വീണ്ടും പരമേൽപ്പിക്കുന്നു. സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ആശ്വാസം പ്രാപിക്കൂ, സമാധാനം പ്രാപിക്കൂ, അനുഗ്രഹം പ്രാപിക്കൂ, സ്വർഗ്ഗത്തിൻ്റെ അവകാശം പ്രാപിക്കൂ. വിശുദ്ധന്മാരുടെ നിരയിൽ പറന്നുയരാൻ തക്കവണ്ണം നിങ്ങൾ ഒരുങ്ങുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യും. നിൻ്റെ മക്കളെ അവിടെ തൊട്ടതിനായി സ്തോത്രം. അനേകരുടെ ഹൃദയത്തിൽ തീ കോരിയിട്ടതിനായി സ്തോത്രം. സ്നേഹം പകർന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.